ഹലോ. എന്നിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബംഗാളായിട്ട് തോന്നും. ബട്ട് ഞാൻ പറയാം, ഇന്ന് സൺഡേ ആണ്. സൺഡേ ഫൺഡേ ഇംഗ്ലീഷ് ഡേ ആണല്ലോ. അപ്പോൾ ഇന്ന് പക്ഷേ എനിക്ക് കുറേ ടാസ്ക് ഉണ്ട്. എനിക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പം തന്നെ സമയം 12 സമയം. എനിക്ക് ഈ റൂം, ഞാൻ ഈ വീടിൽ നിന്ന് വിട പറയാണ്. ഞാൻ അപ്പുറത്തൊരു ഹോസ്റ്റലുണ്ട്, അവിടേക്ക് പോവാണ്. വേറെ ഒന്നല്ല, ഒറ്റയ്ക്ക് കുറച്ച് മാസം ജീവിച്ചപ്പോൾ എനിക്ക് തോന്നി ഇനി കുറച്ച് മിങ്കിൾ ചെയ്ത് എല്ലാവരുമായിട്ടൊന്ന് ജീവിക്കാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു PG മാറാമെന്ന്. എൻ്റെ മൈൻഡ് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. വേറെ ഒന്നല്ല, ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റാണ്. പക്ഷേ എനിക്ക് ഈ സാധനങ്ങളൊക്കെ പറക്കിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എനിക്ക് എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് കൺഫ്യൂഷനിലാണ്. ആദ്യം ഈ വീടിൻ്റെ, അതായത് ഈ റൂമിൻ്റെ മൊത്തം കാര്യങ്ങൾ കാണിച്ചു തരാം. എനിക്ക് ഇന്നത്തെ ഇതൊക്കെ മൊത്തം വൃത്തിയാക്കല്ല. എനിക്ക് ആ ചേച്ചി പ്രത്യേകം പറഞ്ഞ എൻ്റെ മോളെ ഇറങ്ങുമ്പോൾ വൃത്തിയാക്കിയിട്ട് വേണം ഇറങ്ങാൻ. പ്രത്യേകിച്ച് അത് പറഞ്ഞതുകൊണ്ടും എനിക്കെന്താ ചെയ്യണമെന്ന് അറിയില്ല സത്യമായിട്ട്. എന്നിട്ട് 6ാമത്തെ വട്ടമാണ് ഞാൻ റൂം പറഞ്ഞത്. എന്തിൻ്റെ കീഴാണെന്ന് എനിക്ക് അറിയുന്നത്. എന്നാലും ഞാൻ ഒതുക്കിയിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. കുറച്ചൊക്കെ ഒതുക്കി. 100 ഡ്രസ്സാണ്. എന്നിട്ട് പറയും ഡ്രസ്സില്ലാന്ന്. ഇനി ഇതൊക്കെ കൂടി ഞാൻ വലിച്ചിട്ട് പോകണ്ടേ? അത് ആലോചിക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. ലാസ്റ്റ് ലഞ്ച് പറഞ്ഞ എനിക്ക് ഇവിടുന്ന് പോവാനേ തോന്നണില്ല. ഇത് മടി ഇങ്ങോട്ട് കയറിയിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി ഇവിടുന്ന് പോകുന്ന ആ അടുക്കള നോക്കിയേ. ഇതൊക്കെ ഞാൻ വൃത്തിയാക്കണ്ടേ? മടിയേ തോന്നണില്ല. ഇവിടുത്തെ ഈ ചേച്ചി ഞാനിങ്ങനെയാണെങ്കിൽ എന്നെ എന്തായാലും പുറത്തേക്ക് ഇറക്കി വിടും, ചവിട്ടി പുറത്താക്കും. ഇതിൽ അവസാനത്തെ മുട്ടയാണ് ഗൈസ്. നമുക്കിന്ന് ഇവരെ കൊല്ലാം. നമുക്ക് ഇന്ന് ലാസ്റ്റായിട്ട് ഈ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യാം. ഇതിനെ കൊണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഫസ്റ്റ് കുക്ക് ചെയ്തത് എന്തായിരുന്നു? മുട്ട തന്നെ തോന്നുന്നു. മുട്ടയും സോസേജ് അങ്ങനെ എന്ത് തോന്നുന്നു. നമുക്ക് അവസാനം ഇതുകൂടെയുള്ള ബാക്കി ഇവിടെ. പിന്നെ കുറേ ചീഞ്ഞ തക്കാളി നിൽക്കുന്നുണ്ട്, അത് നമുക്ക് വേണ്ട. നമുക്ക് ഇനി കളിക്കാനുള്ള സമയമില്ല. സമയം ഇപ്പോൾ 7 മണിയായി. എപ്പോൾ പ്ലാൻ ചെയ്ത സംഭവം എന്നറിയോ? 12 മണിക്ക് ഞാൻ പറഞ്ഞു തുടങ്ങിയ സാധനം ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. ഞാൻ ഈ തീർത്തിട്ട് ഞാൻ ഈ ഫോൺ കൊടുക്കുള്ളൂ. ബൈ. അങ്ങനെ ഞങ്ങൾ ഷിഫ്റ്റായി. പിന്നെ വിശപ്പിൻ്റെ വീട് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ചിക്കനിലോട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ പുതിയ PG മാറി ഗൈസ്. ഇതാണ് PG. ഞാൻ രാത്രി 1 മണിയാകുമ്പോൾ വന്ന് കയറുന്നത്. ഇതാണ് എൻ്റെ ബെഡ്. ഇവിടെ നമ്മൾ ഒരു റൂമിൽ 4 ഷെയറാണ് ഇവിടെ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷം ഞാൻ പതിയെ കാണിച്ചു തരാം. പുതിയ ഹോസ്റ്റൽ ജീവിതം, പുതിയ ആളുകൾ ഒക്കെ കാണിച്ചു തരാം ഗൈസ്.